കനത്ത പോരാട്ടം നടന്ന ബംഗാളിൽ വിജയപ്രതീക്ഷയിലാണ് തൃണമൂൽ കോൺഗ്രസും ബിജെപിയും. 200 സീറ്റ് നേടി അധികാരത്തിലെത്തുമെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി ആവർത്തിക്കുന്നു. എന്നാൽ തങ്ങൾ അധികാരത്തിലെത്തുമെന്ന എക്സിറ്റ് പോളിലാണ് ബിജെപിയുടെ പ്രതീക്ഷകൾ. കോൺഗ്രസും സിപിഎമ്മും 10-ൽ താഴെ സീറ്റുകളിലാണ് പ്രതീക്ഷ വച്ചുപുലർത്തുന്നത്. വോട്ടെണ്ണൽ ദിവസത്തിലെ അക്രമ സാധ്യത മുന്നിൽ കണ്ട് കനത്ത സുരക്ഷയിലാണ് ബംഗാൾ. ധനസുമോദ് വിവരങ്ങൾ നൽകും. ധനസുമോദ്, അങ്ങനെ എക്സിറ്റ് പോളുകളിൽ പ്രതീക്ഷ അർപ്പിക്കുന്നു ബിജെപി. അതിനപ്പുറത്തേക്ക് മമതാ ബാനർജിയും വലിയ പ്രതീക്ഷ തന്നെ വെച്ചു പുലർത്തുന്നു. ഒപ്പം കോൺഗ്രസും സിപിഎമ്മും അടക്കമുള്ള പാർട്ടികളും ഈ ഒരു പ്രതീക്ഷയാണ്. എല്ലാവരും പ്രതീക്ഷ വെച്ച് പുലർത്തുമ്പോൾ യഥാർത്ഥത്തിൽ ബംഗാളിൽ എന്ത് സംഭവിച്ചു എന്നറിയണമെങ്കിൽ നമ്മൾ ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട്. അതിനപ്പുറത്തേക്ക് എന്ത് പ്രതീക്ഷിക്കുന്നു ധനസുമോദ്? ജിൽസി ഒടുവിൽ പറഞ്ഞ പോലെ തന്നെ ബംഗാളിൽ കഴിഞ്ഞ വോട്ടെണ്ണൽ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ വ്യാപകമായ അക്രമമാണ് വിവിധ ഭാഗങ്ങളുണ്ടായത്. 77 പേർ കൊല്ലപ്പെടുകയും 100-ലധികം പേർക്ക് പരിക്കേൽക്കുകയും കടകളും വീടുകളും തീവെച്ച് നശിപ്പിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് വളരെ ശക്തമായ ഒരു സുരക്ഷാ സംവിധാനമാണ് ഇപ്പോൾ ബംഗാളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. 2.5 ലക്ഷത്തിലധികം കേന്ദ്രസേന അംഗങ്ങൾ തന്നെയാണുള്ളത്. ഇവിടെ ഇപ്പോൾ നമ്മൾ തെരഞ്ഞെടുപ്പ് ഫലത്തിലേക്ക് വരികയാണെങ്കിൽ എക്സിറ്റ് പോളുകളിൽ ഒരു ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും കൃത്യമായി ആർക്കാണ് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഈ 2 എക്സിറ്റ് പോളുകൾ ഫലം പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ അത് ബിജെപിക്കായിരിക്കും കൃത്യമായ മേൽക്കൈ എന്ന് അവർ പറയുന്നുണ്ട്. കഴിഞ്ഞ തവണ TMC അധികാരത്തിലെത്തും, 180 സീറ്റിൽ അധികാരത്തിലെത്തുമെന്നാണ് ടുഡേസ് ചാണക്യ പറഞ്ഞിരുന്നത്. അവരാണ് ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത് TMCയെ മറികടന്നുകൊണ്ട് 15 വർഷത്തെ TMCയുടെ ഭരണം കടപുഴക്കിക്കൊണ്ട് അവിടെ BJP ആദ്യമായി അധികാരത്തിലെത്താൻ പോവുകയാണെന്ന് ആ ഒരു വിശ്വാസമാണ് BJP ക്യാമ്പിലെല്ലാം ഉള്ളത്. പക്ഷേ TMC പറയുന്നത് ഇത്തരത്തിലുള്ള ഈ പ്രചരണവും എക്സിറ്റ് പോളുകളും തങ്ങൾ നിരന്തരം കേട്ടുകൊള്ളതാണ്. കാര്യം ബംഗാളിനെ സംബന്ധിച്ച് ഒരു എക്സിറ്റ് പോളുകളും ശരിയായ ചരിത്രമില്ല എന്നാണ് അവർ പറയുന്നത്. കാരണം 2021-ലെ എക്സിറ്റ് പോളുകൾ തെറ്റി, ലോക്സഭയിലേക്കുള്ള എക്സിറ്റ് പോളുകൾ തെറ്റി. ഇത്തരത്തിലുള്ള എക്സിറ്റ് പോളുകൾ നിരന്തരം പ്രവചിക്കുന്നതിൽ തെറ്റ് വരുത്തിയ ആൾക്കാരാണ് ബംഗാൾ ജനത. മാത്രമല്ല ഏറ്റവും ഒടുവിൽ ആക്സിസ് ഇന്ത്യ അവർ പറഞ്ഞത് ബംഗാളികൾ കൃത്യമായി മനസ്സ് തുറക്കാത്തതുകൊണ്ട് ആ സർവേ തന്നെ അവർ വേണ്ടാതെ വെക്കുകയായിരുന്നു. അവർ ബാക്കിയുള്ള 4 സംസ്ഥാനങ്ങളിലെ സർവേ തന്നെയായിരുന്നു നടത്തിയിരുന്നത്. അതുകൊണ്ട് ഈ സമയത്തും വലിയ തരത്തിലുള്ള ഒരു ആശങ്ക എല്ലാ മുന്നണികൾക്കും ഉണ്ട് എന്ന് തന്നെയാണ് വാസ്തവം. മാത്രമല്ല ഇപ്പോൾ കോൺഗ്രസിനായാലും CPM-നായാലും മുർഷിദാബാദ് തുടങ്ങിയ ചില ജില്ലകളിൽ മാത്രമാണ് അവർക്ക് സ്വാധീനമുള്ളത് ഇപ്പോൾ. അതുകൊണ്ട് ആ മണ്ഡലത്തിൽ ഒതുങ്ങി നിന്നുള്ളൊരു പ്രചരണമാണ് നയിച്ചിരിക്കുന്നത്. അധീർ രഞ്ജൻ ചൗധരി നേരത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ലോക്സഭാ കക്ഷി നേതാവായിരുന്ന അധീർ രഞ്ജൻ ചൗധരി 3 പതിറ്റാണ്ടിന് ശേഷം അദ്ദേഹം ബംഗാൾ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് വരികയാണ്. CPM ആവട്ടെ അവിടെ ചില SDPI പോലുള്ള സംഘടനകളുമായി നീക്കുപോക്ക് ഉണ്ടാക്കിയാണ് മത്സരിക്കുന്നത്. പക്ഷേ അവരുടെ ഒരു പ്രതീക്ഷ പോലും പരമാവധി ഒരു 3 മണ്ഡലങ്ങളിൽ ജയിക്കാം, 29 മണ്ഡലങ്ങളിൽ സ്വാധീനം ഉണ്ടാക്കാം എന്നാണ് CPM-ന്റെ പ്രതീക്ഷയുള്ളത്. പ്രധാനപ്പെട്ട മത്സരം BJP-യും TMC-യും തന്നെയാണ്. ഇത്തവണ ഈ ഹാട്രിക് അടിച്ചു നിൽക്കുന്ന മമതാ ബാനർജി വീണ്ടും ഒരു വിജയം നേടിയാൽ അത് വലിയ തരത്തിലുള്ള ഒരു തിരിച്ചടിയായിരിക്കും BJP-ക്ക് ഉണ്ടാകാൻ പോകുന്നത്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത് പോലെ തന്നെ ഒരു തിരിച്ചടിയായിരിക്കും അവർക്ക് ഉണ്ടാകാൻ കഴിയുന്നത്. കാര്യം സർവ്വവിധ സന്നാഹങ്ങളും ബംഗാളിൽ എത്തിച്ചുള്ള ഒരു പ്രചരണമാണ് BJP നടത്തിയത്. അമിത്ഷാ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്നു. 12 മുഖ്യമന്ത്രിമാർ വരുന്നു, BJP മുഖ്യമന്ത്രിമാർ വരുന്നു, കേന്ദ്രമന്ത്രിമാർ വരുന്നു. UP, ഉത്തരാഖണ്ഡ്, രാജസ്ഥാൻ, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ഇലക്ഷൻ നിയന്ത്രിച്ച് പരിചയമുള്ള നേതാക്കന്മാർ അവർ വരുന്നു. മാത്രമല്ല TMC ആരോപിക്കുന്നത് പല കേന്ദ്ര ഉദ്യോഗസ്ഥന്മാരും BJP അനുഭവമുള്ളവരെയാണ് വെച്ചിരിക്കുന്നത്. അവിടെ CBI-യും ED-യുടെയും അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നു. മാത്രമല്ല ഈ ഐപാക്കാണ് അവരുടെ ഏജൻസി, തെരഞ്ഞെടുപ്പ് പ്രചരണ ചുമതലയുള്ള ഏജൻസി. അവരുടെ ഡയറക്ടറെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടതിന് ശേഷം അവർ പുറത്തുവിടുന്നത് വോട്ടെടുപ്പ് നടത്തുന്നതിൻ്റെ പിറ്റേ ദിവസമാണ്. ഇതെല്ലാം തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് BJP വിചാരിക്കുമ്പോൾ ഇതെല്ലാം BJP-ക്ക് തിരിച്ചടിയാകും എന്ന് തന്നെയാണ് TMC പ്രചരിപ്പിക്കുന്നത്. ധനസുമോദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ബംഗാളിൽ നമ്മൾ കണ്ടതാണ് SIR ഉൾപ്പെടെ പലവിധ വിഷയങ്ങൾ അങ്ങനെ മാറി മാറി വരുന്നതാണ്. BJP-യും തൃണമൂൽ കോൺഗ്രസും തമ്മിലുള്ളൊരു ശത്രുത അത് മുഴുവനായി പുറത്തു വന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും ബംഗാളിൽ എന്നുള്ളത് ആകാംക്ഷ ഉളവാക്കുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ വരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെ വിശ്വസിക്കണമോ അതോ മമതാ ബാനർജി ശക്തമായി തന്നെ അധികാരത്തിലേക്ക് വരുമോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടതുണ്ട്. എന്തായാലും ബംഗാളും നമുക്ക് മുന്നിൽ വലിയൊരു രാഷ്ട്രീയ കൗതുകം ഉണർത്തുകയാണ്.